കൂട്ടുകാരെ എല്ലാവർക്കും സൂപ്പർ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇൻ്റഗ്രേഷനിലേതാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നോക്കേണ്ട. എല്ലാ എൻട്രൻസിനും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇൻ്റഗ്രേഷനും ഡെഫിനിറ്റും. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതെല്ലാം പാസ്സായി എഞ്ചിനീയറിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുമ്പോൾ മാത്സിൻ്റെ അകത്ത് കൂടുതലും ഈ ഇൻ്റഗ്രേഷനും പ്രത്യേകിച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇഷ്ടംപോലെ ഉണ്ട്. അതും പ്രത്യേകിച്ച് നെക്സ്റ്റ് ഫിസിക്സ് അതിനുള്ളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേഷൻ ഉള്ളതുകൊണ്ടാണ് അതിന് വെയിറ്റേജ് തന്നെ കൂടുതൽ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ചാണം. ഒരു നോട്ട്ബുക്ക് എടുത്തങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കും. എക്സാം വരെ ഒന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to π/16 cos 6x into cos 2x dx. ഞാനിത് ഒരു ട്രിക്കിൽ കൂടിയാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. കാരണം ഇതിന് ഇൻ്റഗ്രേഷൻ അറിയാൻ വയ്യത് ഒത്തിരി പേരുണ്ട്. ഇതിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡൂടാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. 2 കോസുകളുടെ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എളുപ്പം ആൻസർ എഴുതുന്ന മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ 6x-ഉം 2x-ഉം എത്ര എക്സ് ആയിക്കോട്ടെ, 2 കോസുകളാണോ പ്രോഡക്റ്റ് ആണോ ആൻസർ എഴുതാൻ പറ്റുന്നത്. ആൻസർ 2 സൈനുകളിലായിരിക്കും വരുന്നത് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ, 2 സൈനുകൾ ആദ്യം അത് ഓർക്കാമല്ലോ. ഇവിടെ 6x, ഇവിടെ 2x, രണ്ടോട് കൂട്ടുമ്പോൾ എത്ര വേണം? 8x അല്ലേ? 8x/8 എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 6x നിന്ന് 2x പോയാൽ എത്ര? 4x അല്ലയോ? അതങ്ങോട്ട് എഴുതുക. മീൻസ് സൈൻ 4x/4 എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടുക, പുറത്തൊരു 1/8 എഴുതുക. കഴിഞ്ഞു, അതിന് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ഏത് നമ്പർ ഇതേപോലെ വന്നാലും ഈ രീതി നിങ്ങൾക്ക് പറ്റും. ഇപ്പോൾ ഓക്കെ ആയല്ലോ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിടുമായിരുന്നു അല്ലേ? ചെയ്യത്തില്ല, എനിക്കറിയത്തില്ല ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിനെ ആക്ച്വലി ഇത് cos A cos B ഫോമാണ്. 1/2 into cos of A plus B plus cos of A minus B. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ അതൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തു. നെക്സ്റ്റ് ഓവർ ദി ലിമിറ്റ് എത്ര മോനെ? 0 to π/16 ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു. ഇനി ഈ എക്സ് കാണുന്ന രണ്ടിടത്തും ആരെ കൊടുക്കണം? π/16, പിന്നെ 0 കൊടുക്കണം. 0 കൊടുക്കേണ്ട, ആൻസർ 0 തന്നെ ആവും. അതുകൊണ്ട് വേണ്ട. 0 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0, ഇവിടെ സൈൻ 0 അതല്ല 0. പിന്നെ അപ്പർ ലിമിറ്റായി π/16 മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 8 into π/16 കട്ട് ചെയ്യുമ്പോൾ 2. അപ്പോൾ സൈൻ π/2 1/8. ഓക്കെ, അതായി. ഇവിടെ വരുമ്പോൾ 4 into π/16 എന്ന് പറയുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ സൈൻ π/4 അല്ലേ? സൈൻ π/4 എത്ര മോനെ? 1/√2. പിന്നെ ഒരു 4 ഉണ്ട്. അപ്പോൾ ഇവിടോട്ട് അത് ഇട്ടാൽ മതി. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിക്കോ. ഇവിടുത്തെ എക്സിന് നമ്മൾ π/16 കൊടുക്കുമ്പോൾ സൈൻ π/2. സൈൻ π/2 എത്ര മോനെ? 1/8. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ 4 into π/16 വരുമ്പോൾ അത് π/4 ആവും. അപ്പോൾ സൈൻ π/4 ഉണ്ട്. സൈൻ π/4 എത്ര മോനെ? 1/√2. പിന്നെ ഈ 4 കൂടെ താഴെ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഫസ്റ്റ്. പക്ഷേ ഓപ്ഷനിൽ ഇതൊന്നുമില്ല, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ബ്രാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന ഒരു വഴി എളുപ്പം നോക്കാം. ഇവിടെ 4√2 ഇല്ലയോ? ഇത് 8 ഇത് നമുക്കങ്ങ് 8 ആക്കാൻ വളരെ എളുപ്പം മോനെ. നോക്കിക്കോണേ, √2/8 ആയിട്ട് മാറും. അതൊക്കെ ഒന്ന് പഠിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു √2 കൊണ്ട് താഴെ മണ്ടയ്ക്കും അങ്ങോട്ട് ഇൻറ്റു ചെയ്തേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? 1 into √2 √2, 4√2 into √2. അപ്പോൾ 4 into 2 8 ആണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ 1/2 ഇൻറ്റു കോമൺ ആയിട്ട് 8 എഴുതുക. ന്യൂമറേറ്റർ 1 + √2 ഓർ √2 + 1. ഓക്കെ, തിരിച്ചെഴുതുന്നേ ഉള്ളൂ. ആൻസർ പോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടും. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് √2 + 1 ഡിവൈഡ് ബൈ എത്രയെന്ന് കിട്ടും? 16 കിട്ടും. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 + √2 എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൻസർ കിട്ടുന്ന രീതിയിൽ കൂടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. √2 + 1/16. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ വളരെ ഈസി ആയല്ലോ. ഇതേപോലെ നിങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓർത്തോണം 8 4√2. ഈ 4√2 8 ആവാൻ ഒരു √2ൻ്റെ കുറവ് മതി. അപ്പോൾ താഴെ വേണ്ടിക്ക് √2 കൊടുത്താൽ ഡിനോമിനേറ്റർ സെയിം ആവും. LCM ഒക്കെ എടുക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത 2 ക്വസ്റ്റ്യൻസും ഒരേപോലെയാണ്. ആ പവറുകളൊന്നും മാറ്റിയേക്കണമെന്നേ ഉള്ളൂ. ഒരെണ്ണം ഞാൻ ചെയ്യും, മറ്റേ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇൻ്റഗ്രൽ sin⁻27x ഡിവൈഡ് ബൈ cos⁻25x. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പഴയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ അല്ല. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകതയ്ക്ക്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എടുത്തത്. sin/cos ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലെന്താ? ടാൻ ഇല്ലേ? യെസ്. പക്ഷേ പവറിൻ്റെ വ്യത്യാസം കൊണ്ട് 27 25 2ൻ്റെ വ്യത്യാസം. ഇവിടെ 50 48 2ൻ്റെ വ്യത്യാസം. സൈൻ്റെ പവർ മണ്ടയ്ക്കുള്ളത് കൂടുതലായിരിക്കണം, കോസിൻ്റെ പവർ 2 എണ്ണം കുറവ് താഴെയായിരിക്കണം. ഇങ്ങനെ വന്നാൽ ആൻസർ എഴുതാൻ നമുക്ക് വളരെ ഈസിയാണ്. ആൻസർ ടാനിലായിരിക്കും. ഓക്കെ, ഫൈനൽ ആൻസർ എന്തിലായിരിക്കും?
ടാനിലായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി ടാൻ്റെ പവർ എഴുതി നോക്കണം. ഇത് 27ഉം 25 വലിയ മോനെ 27ഉം 25 വലിയോ, അതിൻ്റെ നടുക്കത്തെ നമ്പർ എത്ര മോനെ 26 ഇല്ലയോ, 27നും 25നും നടുക്ക് വരുന്ന നമ്പർ, അതാണ് അതിൻ്റെ പവർ. ആൻസറിൻ്റെ 26x ഡിവൈഡ് ബൈ 26 പ്ലസ് c, ദാറ്റ്സ് ഓൾ. ഓക്കെ, എപ്പോഴും ഇതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എളുപ്പം ഒന്ന് കണ്ടുപിടിച്ച് വെച്ച് ഞാനിപ്പോൾ ആൻസർ പറയും. എളുപ്പം മനസ്സിലൊന്ന് ആലോചിച്ച് വെച്ച് 50, 48, 50നും 48നും നടുക്ക് വരുന്ന നമ്പർ, ഇടയ്ക്ക് വരുന്ന നമ്പർ 49. അപ്പം ആൻസർ വരുന്നത് ദാറ്റ് ഈസ് tan raised to 49x ഡിവൈഡഡ് ബൈ എത്രയാണ് 49 പ്ലസ് c. ഓക്കെ ആണല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പഠിച്ചു വെച്ചാൽ വളരെ ഈസിയാണ്. ഇത് ഈയിടെ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഇൻ്റഗ്രൽ sin 2x into cos x dx. ഇതും റീസെൻ്റായിട്ട് നമ്മുടെ എൻട്രൻസിന് വന്ന ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കൂടെ ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലെ പോലെ ചെയ്യണം കേട്ടോ. ഓപ്ഷനിലെ ആൻസർ കിട്ടേണ്ട രീതി കൂടെ ചെയ്യണം. ഞാനതുകൊണ്ട് ഒരു രീതി ഇപ്പോൾ ഒന്ന് കാണിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. sin 2x ആയതുകൊണ്ട് ഞാൻ ആ മെത്തേഡിൽ കൂടെ പോവാണ് കേട്ടോ. ഇപ്പോൾ sin 2xന് വരെ sin 5x ഒക്കെ ആണെങ്കിൽ ആ മെത്തേഡ് പറ്റത്തുമില്ല, വലിയ പാടാണ്. അപ്പോൾ നോക്കുക, sin 2xനെ നമുക്ക് പഠിച്ചിട്ടുള്ളതാണ് 2 sin x into cos x എന്നല്ലേ. ഇൻറ്റു പിന്നെ ഈ cos xനെ അങ്ങോട്ട് എഴുതി. ഓക്കെ, sin 2x ക്യാൻ ബി 2 sin x cos x, sin 2 sin a cos x, ദാറ്റ്സ് ഓൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, 2നെ പുറത്തെടുക്കാം. sin x ഇൻറ്റു ആരെന്നായി cos x ഇൻറ്റു cos x ആരായി cos square x dx എന്നായി. ഓക്കെ, ഇവിടെ കണ്ടോ സൈനും കോസും തമ്മിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് വന്നാൽ വെറും സൈൻ കണ്ടോ, വെറും sin x വെറും cos xകളൊക്കെ വന്നാൽ ഇവിടെ കണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ cos square xനുള്ളിലെ cos xന് u കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് sin x. അപ്പോൾ നമുക്ക് u ഈസ് ഈക്വൽ എത്രയാണ് cos x du ഈക്വൽ ടു മൈനസ് sin x dx. ഇവിടെ sin x ഉണ്ട് dx ഉണ്ട്, മൈനസ് അധികം അത് ഇപ്പുറത്തോട്ട് കൊടുത്താൽ മതി മോനെ. അപ്പം മൈനസ് du ഈക്വൽ ടു sin x dx. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ, ഇത് തമ്മിൽ ചേർന്നാൽ മൈനസ് ഡി വൈ മോനെ കണ്ടോ, sin x dx കൂടെ ചേർന്നാൽ മൈനസ് ഡി യു, cos സ്ക്വയർ എക്സ് ആരായി യു സ്ക്വയർ ആയി. മൈനസ് ഇങ്ങ് പുറത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു കൊണ്ട് ഈ മൈനസ് ഇങ്ങ് വന്നേ യു സ്ക്വയർ ഇൻ്റഗ്രൽ എത്രയാണ് യു ക്യൂബ് ബൈ 3. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3, യു സ്ക്വയറിൻ്റെ യു ക്യൂബ് ബൈ 3, ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു പിന്നെ cos x ആണ്. ആൻസർ അപ്പോൾ cos ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. ഓക്കെ, അപ്പം മൈനസ് 2/3 cos ക്യൂബ് എക്സ് dx. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.